തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ 3 സ്ഥലമൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഒരാളും തിരിഞ്ഞു നോക്കാത്ത, അവനവനല്ലാതെ മറ്റൊരാളും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 സ്ഥലങ്ങൾ ഏതാണെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. പരിശുദ്ധമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 നോമ്പ് പിടിച്ചുകൊണ്ട് തളർന്ന ശരീരവുമായി ഒട്ടിയ വയറുമായി പടച്ചവരെ തൊണ്ടപട്ടി വരുന്ന സമയത്ത് ഈ പുണ്യമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവര് ഈ 3 സ്ഥലങ്ങളിൽ നീ മാത്രമേ കാണൂ, ഈ 3 സ്ഥലങ്ങളിൽ നീ ചെയ്യുന്ന നന്മകൾ മാത്രമേ കാണൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആയിഷ, ഒന്നാമത്തെ സ്ഥലമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനും നിങ്ങളും ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതുണ്ടല്ലോ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായിട്ട് ഞാനും നിങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന സർവ്വ നന്മകളും തിന്മകളും ഉണ്ടല്ലോ, അല്ലാഹു തൂക്കുന്ന രംഗമുണ്ടല്ലോ, മീസാൻ എന്ന് പറയുന്ന ത്രാസുണ്ടല്ലോ, നന്മ തിന്മകൾ തൂക്കുന്ന സമയമുണ്ടല്ലോ. സ്വഹാബാ, അവിടെ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് തൂക്കുന്ന ഒരു ത്രാസുണ്ട്, മീസാൻ. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും മീസാനിനെ കുറിച്ച് പഠിക്കുന്നവരാ, കേൾക്കുന്നവരാ. അള്ളാഹു മീസാനിനെ കുറിച്ച് പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അന്നത്തെ ദിവസങ്ങൾ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ഒരു ത്രാസ് ഉണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. നന്മ തിന്മകൾ തൂക്കുന്ന ഒരു ത്രാസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമുക്ക് ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിന്റെ വലുപ്പത്തെക്കുറിച്ച്, അതിന്റെ വലുപ്പത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്.